ഹലോ ഗായ്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ പൂന്തോട്ടത്തിൽ എന്നും പൂവിട്ട് പൂന്തോട്ടത്തിന് ഭംഗിയാക്കാൻ കഴിയുന്ന ബാൽസം ചെടിയുടെ വിശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാറ്, അതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടത്, അതിന് നട്ടുപിടിപ്പിച്ചിട്ട് ഇഷ്ടംപോലെ പൂവ് വരാൻ എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഈ പ്ലാന്റ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി കളർ വെറൈറ്റീസിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, വെറും ഒരു തണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒത്തിരി തൈകൾ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, അതും സിമ്പിളായിട്ട് തന്നെ. ഇപ്പം ഞാൻ ഇൻട്രോയിൽ കാണിച്ച വീഡിയോയിൽ 2 ചെടിച്ചട്ടിയിൽ നിറയെ പൂക്കളിട്ടിരിക്കുന്ന വാത്സം ചെടി കാട്ടിയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരു തണ്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു തണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒത്തിരി തണ്ടുകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തണ്ട് ഒടിച്ചെടുത്തിട്ട് ഇതുപോലെ ചെടിച്ചട്ടി നിറയെ പൂക്കളിട്ട് വരുന്ന വിധത്തിൽ അതിനെ വളർത്തിയെടുക്കണേന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ പുതിയ തൈകൾ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തണ്ട് ഒടിച്ച് നിങ്ങൾക്ക് എങ്ങനെയാണ് നട്ടുപിടിപ്പിക്കണേന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പോട്ട് എടുത്തിട്ടുണ്ട്. ചെറിയൊരു പോട്ടാണ് ഞാൻ എടുത്തേക്കണത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പോട്ടായിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. പിന്നെ ഞാനിപ്പോൾ വളമൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ പുതിയതായിട്ട് നടുമ്പോൾ. കാരണം നമ്മൾ തണ്ട് ഓടിച്ച് നടുമ്പോൾ ഒത്തിരി വളം ഇടേണ്ട കാര്യമില്ല. അതൊന്ന് പിടിച്ച് കിട്ടി സെറ്റായി വരുമ്പോൾ ഒന്ന് വളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ചാടി വലുതായി പൂവിട്ടോളും. അപ്പോൾ ഞാനിപ്പോൾ വളമൊന്നും ഇടാതെ സാധാരണ നമ്മുടെ എടുക്കുന്ന മണലാണ് ഈ ഒരു പോട്ടിൽ മണൽ നിറച്ചിട്ടുണ്ട്. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒത്തിരി വെള്ളം കൂടി പോവേണ്ട കാര്യം, അല്ലെങ്കിൽ തണ്ട് ഒടിച്ച് നടന്നുകൊണ്ട് വെള്ളം കൂടിക്കഴിഞ്ഞാൽ വേഗം ചീഞ്ഞു പോകും പിടിക്കാതെ. അപ്പോൾ നമുക്ക് നേരെ ഇനി ഒരു തണ്ട് ഇതിൽ നിന്ന് ഒടിച്ച് നടക്കാം. അപ്പോൾ ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒടിച്ചെടുക്കുന്ന തണ്ടിൻ്റെ അറ്റത്ത് അതിന് ചത വരാതെ നോക്കണം. അതുകൂടാതെ തന്നെ നമ്മൾ ഒടിച്ചെടുക്കുമ്പോൾ ആ മദർ പ്ലാന്റിനെ കേടും വരരുത്. അവിടെയും ഒരു കേട് വന്നു കഴിഞ്ഞാൽ ഈ മൊത്തത്തിൽ ചീത്തയായി പോകും. ഒരു തണ്ട്, ഇതിൻ്റെ തണ്ട് എന്ന് പറയുന്നത് നമ്മുടെ മഷിത്തണ്ട് ചെടിയുടെയൊക്കെ തണ്ട് പോലെയാണ്. ചെറിയൊരു ഇത് വന്നാൽ തന്നെ അത് ആ ഒരു ഫുൾ ചെടീനെ ബാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എടുത്ത ആ ഒരു തണ്ടിനെ ഞാൻ പുതിയ പോട്ടിലേക്ക് മാറ്റി നടാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു പുതിയ പോട്ടിലേക്ക് നേരത്തെ ഒടിച്ചെടുത്ത ആ ഒരു തണ്ടിനെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മണ്ണിലേക്ക് ഓൾറെഡി വെള്ളം ഒന്ന് നനച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെടിയും കൂടി നട്ട് കഴിയുമ്പോൾ മീതി ഒന്ന് വെള്ളം തളിച്ചേക്ക്. ഇത് നമ്മൾ നട്ടുകൊടുത്ത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ നട്ടുകൊടുത്ത പ്ലാന്റിന് അങ്ങനെ വാട്ടപ്പൊന്നും വന്നിട്ടില്ല, ഇപ്പോഴും ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ തണ്ട് മുറിച്ച് നമ്മൾ നട്ട് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പിന്നീട് സെറ്റ് ചെയ്യണം. അത് പിടിച്ച് കിട്ടാൻ വേണ്ടി സെറ്റ് ചെയ്യുമ്പോൾ വെയിലില്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് വേണം അത് സെറ്റ് ചെയ്യാൻ. എന്നിട്ട് പിടിച്ച് കിട്ടിയിട്ട് നമുക്ക് വെയിലുള്ള സ്ഥലത്തേക്ക് വെക്കാം. അല്ലാതെ നമ്മൾ തണ്ട് മുറിച്ച് അങ്ങനെ നടുമ്പോൾ പെട്ടെന്ന് ഒരു ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടുകഴിഞ്ഞാൽ അത് പെട്ടെന്ന് പിടിക്കില്ല. വേഗം അതിൻ്റെ തണ്ട് ഒത്തിരി സെൻസിറ്റീവ് ആയതുകൊണ്ട് തന്നെ പിടിക്കാതെ വേഗം ചീത്തയായി പോകും, വെന്ത് പോകും. അപ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിലില്ലാത്ത സ്ഥലത്ത് തന്നെ സെറ്റ് ചെയ്യണം. പിടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും സൺലൈറ്റ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ്. കാരണം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കണമെങ്കിൽ സൺലൈറ്റ് ഇതിന് എന്തായാലും ആവശ്യമാണ്. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഒരു കെയറിങ് വേണ്ടതാണ്. കാരണം ഇതിൻ്റെ തണ്ടൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ചെറുതായിട്ടൊരു ഡാമേജ് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗസ് അങ്ങനത്തെ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ മാക്സിമം പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലാണ്ട് അങ്ങനെയാണ് ഇട്ടാൽ ചില ചാണകപ്പൊടിയൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ കിട്ടുന്നത് ചിലപ്പോൾ ഫംഗസ് ഉള്ള ചാണകപ്പൊടിയൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് അങ്ങനെ കിട്ടിയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഒരു പ്ലാന്റ് ഇട്ടിട്ട് ആ ഒരു പ്ലാന്റ് മൊത്തത്തിൽ തന്നെ ഫംഗസ് കയറി ചീത്തയായിപ്പോയി. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാണ്ട് ഇടയ്ക്കൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ നല്ല കെയറിങ്ങും ഇതുപോലെ വളവും ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വാട്ടറിങ് അത്യാവശ്യം സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ റെയിനി സീസണൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ആവശ്യത്തിന് അത് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എന്നാൽ ഒത്തിരി വെള്ളം കൂടുന്ന സ്ഥലത്ത് വെക്കരുത്. ഇപ്പോൾ ചെടിച്ചട്ടിയിലൊക്കെ വെക്കണമെങ്കിൽ അതിൻ്റെ അടിഭാഗത്ത് ഹോൾസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നാലൊക്കെ വേഗം ചീഞ്ഞു പോകുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ചെടിച്ചട്ടി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ പോട്ട് ഫുൾ കവർ ചെയ്ത് വലുതായിട്ട് വരും. പക്ഷേ അതിനെ നമുക്ക് ഒടിച്ച് നിർത്തുകയാണെങ്കിൽ പുതിയ തൈകൾ അതിൽ നിന്ന് ഇഷ്ടം പോലെ വന്നോളും. നമ്മളിപ്പോൾ ഒടിച്ച് നിർത്തി നോക്കാതെയൊക്കെ നിർത്തി കഴിഞ്ഞാൽ ആ ഒരു തണ്ട് നിന്ന് മൂത്ത് ആ ഒരു ചെടി അങ്ങനെ നിന്ന് കെട്ടുപോകാൻ ചാൻസ് ഉണ്ട്. കെട്ടുപോകാന്ന് വെച്ചാൽ ആ ഒരു ചെടി നിന്ന് തന്നെ ചീത്തയായി പോകും. പിന്നെ ഇലകളൊക്കെ കൊഴിഞ്ഞ് പൂവൊന്നും ഇടാതെ മൊത്തത്തിൽ അങ്ങോട്ട് ചീത്തയായി പോകും. അപ്പോൾ ഒരു സമയമായി കഴിയുമ്പോൾ ഒന്നെങ്കിൽ അതിനെ പറിച്ച് നടുക, അല്ലെങ്കിൽ ഒടിച്ച് നിർത്തുക. അപ്പോൾ പുതിയ തൈകൾ വന്നോളും. അപ്പോൾ എല്ലാവർക്കും തന്നെ ബാൽസം ചെടിയുടെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ ചെടികളുടെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം.